രണ്ടാമത് ഞാൻ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഇവിടെ ആ നട കയറിയതും എൻ്റെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്തിനാന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു ചെയറിൽ ഇരുന്ന് 4-5 മണിക്കൂർ നേരം ഒന്നും പ്രാർത്ഥിക്കാതെ കരഞ്ഞ് കഴിഞ്ഞു. 1 മണി 1:30 ആയപ്പോഴത്തേനും ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോയി. ഒന്നും പ്രാർത്ഥിച്ചില്ല, എങ്ങും തിരിഞ്ഞു നോക്കിയില്ല, ഒന്നുമില്ല. മാതാവേ മാതാവേ എന്ന് പറഞ്ഞിട്ട് മാത്രം ഇരുന്ന് ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ ചെന്ന് അന്ന് രാത്രി മുതൽ എനിക്ക് ഈ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ജ്വരം എൻ്റെ ഉള്ളിൽ കയറി. രാത്രി 3 മണിക്ക് എഴുന്നേൽക്കുക, 4 മണിക്ക് എഴുന്നേൽക്കുക, അങ്ങനെയായി. ഞാനിവിടെ മാർച്ച് 1-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ദൈവമാതാവിനും നന്ദി. ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലി പൊതിയക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈശോയുടെയും മാതാവിൻ്റെയും നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് 2022 നവംബർ മാസം 7-ാം തീയതിയാണ്. പലരും കൃപാസനത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഉള്ള ആശങ്ക പോലെ തന്നെ എൻ്റെ മനസ്സിലും ആശങ്കയുണ്ടായിരുന്നു. എന്താണ് ഇവിടെ നടക്കണേന്നൊന്ന് കാണാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. വന്ന് അന്ന് തന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അത് പറയാവോ സിസ്റ്റർ? ഇൻസിഡൻ്റ് ഉണ്ടായി. ഞാനും എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയും എൻ്റെ കുഞ്ഞും കൂടിയാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങൾ അവിടെ സീബ്ര ക്രോസിൻ്റെ അവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്ക് വന്ന് ഞങ്ങളുടെ മുന്നിൽ വട്ടം കറങ്ങി വീണു. ശരിക്കും ഞങ്ങൾ 10-15 പേര് കൂടിയാണ് കടന്നു വന്നതെങ്കിലും ഞങ്ങളുടെ 2 പിള്ളേരുടെയും ഡ്രസ്സിൻ്റെ ഒരു നിറം കണ്ട് ആ വണ്ടി കറങ്ങി വീണ അയാൾ ഞങ്ങളെ വന്ന് പള്ളിയകത്ത് കയറി ഭീഷണിപ്പെടുത്തുകയും ഞങ്ങളോട് 15,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പുറത്തിറങ്ങി ഞങ്ങളവിടെ നിന്ന് അവിടെ ആളുകളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ സ്റ്റാഫുകൾ ഇടപെട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി. വണ്ടിക്കും ആ പയ്യനും ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. 5,000 രൂപ കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ ഇടപെട്ടു എന്ന് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്. സ്റ്റാഫുകൾ തന്നെ ഇടപെട്ട് 2,500 രൂപ കൊടുത്ത് പള്ളിയിൽ നിന്ന് തന്നെയാണ് അത് കൊടുത്തത്, ഞങ്ങളുമല്ല കൊടുത്തത്. അത് എനിക്ക് ഒരു വല്ലാത്തൊരു ചങ്കിടിപ്പ് പോലെ തോന്നി. സാധാരണ അങ്ങനെ ഒരു സ്ഥലത്തും ഇടപെടുന്നതല്ല. പക്ഷേ അച്ഛൻ എങ്ങനെയോ അത് അറിഞ്ഞ് ഇടപെടുന്ന ഒരു കൃപാസനത്തിലേക്ക് കടന്നു വന്ന മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് അച്ഛൻ ഇടപെട്ടത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഇവിടെ വാങ്ങിച്ചുമില്ല. ഞങ്ങൾ പിന്നീട് ഒരു സമയത്ത് വന്നാണ് ആ പൈസ തിരിച്ച് ഇവിടെ പള്ളിക്കകത്ത് നേർച്ച സ്ഥലത്ത് വെച്ചിട്ട് പോയത്. ശരിക്കും അന്ന് ഞങ്ങളുടെ മനസ്സ് കലുഷിതമായിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. രണ്ടാമത് ഞാൻ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഇവിടെ ആ നട കയറിയതും എൻ്റെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്തിനാന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു ചെയറിൽ ഇരുന്ന് 4-5 മണിക്കൂർ നേരം ഒന്നും പ്രാർത്ഥിക്കാതെ കരഞ്ഞ് കഴിഞ്ഞു. 1 മണി 1:30 ആയപ്പോഴത്തേനും ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോയി. ഒന്നും പ്രാർത്ഥിച്ചില്ല, എങ്ങും തിരിഞ്ഞു നോക്കിയില്ല, ഒന്നുമില്ല. മാതാവേ മാതാവേ എന്ന് പറഞ്ഞിട്ട് മാത്രം ഇരുന്ന് ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ ചെന്ന് അന്ന് രാത്രി മുതൽ എനിക്ക് ഈ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ജ്വരം എൻ്റെ ഉള്ളിൽ കയറി. രാത്രി 3 മണിക്ക് എഴുന്നേൽക്കുക, 4 മണിക്ക് എഴുന്നേൽക്കുക, അങ്ങനെയായി. ഞാനിവിടെ മാർച്ച് 1-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 2023 മാർച്ച് 1-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ എഴുതാനായിട്ട് ഞാനൊന്നും ചിന്തിച്ചൊന്നും വന്നില്ല. എന്നാലും എൻ്റെ മോളുടെ കാനഡയിലുള്ള എൻ്റെ മോളുടെ PR-ൻ്റെ കാര്യത്തിന് ഒരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചു. ഉടമ്പടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, 5 വർഷമായി, 2018 മോള് പോയതാണ്. പിന്നെ കൊറോണയൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. PR-ൻ്റെ സമയങ്ങളായി, PR ഒക്കുന്നില്ല. വർക്ക് പെർമിറ്റിൻ്റെ സമയം കഴിയാറായപ്പം മനസ്സിൽ പല ചിന്തകളായി. മോൾക്കും ഭയങ്കര വിഷമമായി. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാർച്ച് 1-ാം തീയതിയാണ് ഞാൻ വരുന്നത്, 16-ാം തീയതി മോളുടെ ജന്മദിനമാണ്. ഞാൻ പറഞ്ഞു, മാതാവേ കൈ ഒഴിയരുത് ഈ പ്രാവശ്യം മാതാവേ, 16-ാം തീയതി മോളുടെ ജന്മദിനത്തിന് മാതാവ് ഒരു സന്തോഷ വാർത്ത തരണേ മാതാവേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന്
നിയോഗമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി വീട്ടിൽ ചെന്നു. 16-ാം തീയതി രാവിലെ ഏറ്റവും ഒരു 5:30 മണിക്ക് എണീറ്റ് നോക്കുമ്പം മോള് വിളിച്ചേക്കുവാണ്. അവിടെ കനേഡിയൻ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് തീർന്ന 5 വർഷം എത്തി വർക്ക് പെർമിറ്റ് തീർന്ന കുട്ടികൾക്ക് 1.5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് കനേഡിയൻ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. അത് അന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ്. ഇതുവരെ അങ്ങനെ 5 വർഷം കഴിഞ്ഞ് കുട്ടികൾക്കൊന്നും ഒരു വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അനുവാദമൊന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് 16-ാം തീയതി കഴിഞ്ഞ് എനിക്കത് നേരം വെളുത്തു കഴിഞ്ഞിട്ട് എനിക്കതൊരു വല്ലാത്തൊരു അത്ഭുതവും ഒരു ചങ്കിന് ഒരു എന്താ പറയുക, നമുക്കൊരു പിടപ്പും പോലെയുള്ള ഒരു അനുഭവമായിപ്പോയി അത്. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് മോൾക്ക് PR-നുള്ള ഇൻവിറ്റേഷൻ വന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ PR അപ്രൂവലായി എന്നുള്ള കാര്യങ്ങളും വന്നു. അപ്പോൾ മാതാവിൻ്റെയും ഈശോയുടെയും ഏറ്റവും വലിയ അനുഗ്രഹമാണത്. പിന്നെ എൻ്റെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെ ആധാരം 7 വർഷമായിട്ട് അത് പണയത്തിലായിരുന്നു. അവരൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബാംഗമാണ്. ഒരു നിവൃത്തിയില്ലാതെ കരഞ്ഞ് അവളുടെ കണ്ണീരില്ലാതായി. അതുപോലെയാണ് ആ സമയത്താണ് എന്നോട് വന്ന് ഇത് ഷെയർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട്, ഞാൻ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അത് നിയോഗം വെച്ചു. അത് നിയോഗം വെച്ചിട്ട് ആ മാർച്ച് മാസം തന്നെ 26-ാം തീയതി ആ ആധാരം ആ മകൾ തിരിച്ചെടുത്ത് സന്തോഷമായി ആ മകൾക്ക്. അപ്പോൾ അത് പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു മെയിൻ്റനൻസ് പണി ഞങ്ങൾ 10-20 വർഷമായി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് 2018 തുടങ്ങി പൈസ സൂക്ഷിച്ച് വെക്കുന്നതാണ്. പക്ഷേ എന്ത് ചെയ്ത് ഈ പണി നടക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട്. ഹസ്ബൻഡാണെങ്കിലും പണി നടത്താമെന്ന് പറയുമ്പോൾ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസമായി. 5 വർഷമായി നമുക്ക് ആ പൈസയിലൊന്നും കൂടുന്നുമില്ല. എല്ലാ എമൗണ്ടും കൂലിച്ചെലവെല്ലാം കൂടി വരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ വീട്ടിലാരുമില്ലാത്ത സമയത്ത് ഞാൻ വീടിൻ്റെ മൂലയ്ക്കൽ 7 മൂലയ്ക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് ഓരോ ഇടുന്നിടത്തും ചവിട്ടാത്തടത്താണ് ഇട്ടത്. ഓരോ സ്ഥലത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് കാഴ്ചവെച്ചു. പിറ്റേ ദിവസം വീടിൻ്റെ പണി ആരംഭിച്ചു. 2 മാസം കൊണ്ട് ദ്രുതഗതിയിൽ എല്ലാ പണികളും പൂർത്തീകരിച്ചു. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് സന്തോഷമായി. അതുപോലെ തന്നെ എൻ്റെ ഈ വലത് ചെവി 1 വർഷമായിട്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ഈ വലത് ചെവി ഭയങ്കര അടച്ചിലും ചെറിയതായിട്ടൊരു പറഞ്ഞാലൊക്കെ കേൾക്കാനൊരു ബുദ്ധിമുട്ടും പിന്നെ ഈ ഒരുമാതിരി വെള്ളം വരുന്ന പോലെ ഒരു അനുഭവമൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം വല്ലാത്തൊരു ഇറിറ്റേഷനായിരുന്നു നമുക്കത്. പക്ഷേ അത് ഞാൻ ഈ തൈലം പുരട്ടി അതേപോലെ തന്നെ അച്ഛൻ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പം അച്ഛൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ചെവിയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ തൈലവും പുരട്ടി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇതുവരെ എനിക്ക് പിന്നെ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. വല്ലാത്തൊരു നല്ലൊരു സുഖമാണ് ഈ ചെവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈശോയും മാതാവും സാധിച്ചു തന്നു. ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ജോസഫ് അച്ഛനെ കാണുന്നു. അനേകായിരം മക്കൾക്ക് ഇതൊരു സാന്ത്വനമായി മാറട്ടെ എന്ന് ഈശോയോടും മാതാവിനോടും ഏറ്റവും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.